എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടങ്ങളെ പറ്റി ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഫണ്ട് വയ്ക്കുമ്പോഴും അതിൻ്റെ കോൺട്രാക്റ്റ് ഏറ്റെടുക്കുമ്പോഴും അതുപോലെ തന്നെ നിർമ്മാണങ്ങളൊക്കെ തുടങ്ങുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് തുടങ്ങുക. നമ്മളൊരു സാധാരണ ഒരു വ്യക്തി ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് പണിയുന്ന പോലെയല്ല സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പണിയുന്ന കെട്ടിടങ്ങൾ. അതിന് ഭയങ്കരമായ ക്വാളിറ്റി, അതിൻ്റെ കമ്പികളുടെ എണ്ണം മറ്റേ എല്ലാവരും നോക്കാനും ഓരോ സമയങ്ങളിൽ വന്ന് ഇതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കാനും ഒക്കെ എത്രമാത്രം ഉദ്യോഗസ്ഥരും ഇവരൊക്കെ വന്നിട്ടാണല്ലോ ഈ പണി ചെയ്യണത്. എന്നിട്ടോ ഈ പണി ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഒരു ചിലപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് ചെയ്യുന്ന വീടിന് ഒരു 10 ലക്ഷം ഒക്കെ ഉള്ള വീടാണെങ്കിൽ ഇതിന് ഏകദേശം ഇതിൻ്റെ ഉറപ്പും സംഗതിയൊക്കെ നോക്കി ചിലപ്പോൾ ഒരു 10-20 ലക്ഷം രൂപയ്ക്കായിരിക്കും ഇതിൻ്റെ പണിയൊക്കെ തീരണത്. കാരണം അത്രയ്ക്ക് ഉറപ്പിലാണ് ഓരോ സംഗതികളും ചെയ്യണതേ. പക്ഷേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ഈ സർക്കാർ കെട്ടിടങ്ങളുടെ സ്ഥിതിയും സംഗതിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിത് പറയാൻ കാരണം നമ്മുടെ കൊരട്ടി ഗ്രാമപഞ്ചായത്തിലെ 4 കെട്ടിൽ ആശ്രയ ഫ്ലാറ്റ് എന്ന് പറഞ്ഞിട്ട് സംഭവം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ചെയ്തതാണ്. അന്നത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ലീല ചേച്ചി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഫണ്ട് കിട്ടിയതും ആ നിർമ്മാണങ്ങൾ ആരംഭിച്ചതും. പക്ഷേ ഈ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ 2022 ഫെബ്രുവരിയിലാണ് അതിൻ്റെ ചുറ്റുമതിൽ വീണത്. ആ ചുറ്റുമതിൽ വീഴാൻ നിൽക്കുന്ന സമയത്ത് അതിന് കുറേ നാൾ മുൻപേ തന്നെ ഈ കാര്യം ശ്രദ്ധയപ്പെടുത്തിയിരുന്നത്. അത് ഇടിഞ്ഞ് വീഴാറായി തൊട്ടടുത്ത് തന്നെ വീടുകളുണ്ട്, അവർക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്നു. 2022 ഈ സാധനം വീണു. ഏത് ചുറ്റുമതിൽ? കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരിയിലാണ് ഇതിൻ്റെ തൂക്ക് സ്ലാബ് ഇടിഞ്ഞൊളിഞ്ഞ് വീണത്. തൂക്ക് സ്ലാബ് കുറേ ആൾക്കാരെ മുകളിലേക്ക് കൊണ്ടുപോയാൽ അതിൻ്റെ അടിയിൽ ആരെങ്കിലുമൊക്കെ നിന്നിരുന്നെങ്കിൽ അവരും റെഡി ആയേനെ. 2012 ശിലാസ്ഥാപനം കഴിഞ്ഞ് ഇതിൻ്റെ പരിപാടികൾ 2014 പൂർത്തിയായി. ഇപ്പോൾ 12 വർഷമായിട്ടുണ്ടാവും. ഈ 12 വർഷത്തിനുള്ളിൽ ഒരു സർക്കാർ കെട്ടിടം ഫ്ലാറ്റാണ്. ഏകദേശം ഒരു 12ഓളം കുടുംബങ്ങൾ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ 10-11 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇന്നെന്താ സംഭവം എന്നറിയോ? നമ്മളൊക്കെ ജീവിക്കുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള ചില പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ടാണല്ലോ. ആഹാരം, വസ്ത്രം, പാർപ്പിടം. ഈ പാർപ്പിടം എന്ന് പറഞ്ഞ സംഭവത്തിൽ കാലത്ത് തന്നെ അടുപ്പ് കൂട്ടാൻ ചെല്ലുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ വെള്ളമാണെങ്കിൽ എന്ത് ചെയ്യും? അത് ഒരു ഫ്ലാറ്റിൽ മാത്രമല്ല, ഇതിലെ 3 ഫ്ലാറ്റുകളിലും ഗ്രൗണ്ട് ഫ്ലോറിലും എല്ലാ ഫ്ലാറ്റുകളിലും അടുപ്പിലും ഫ്ലോറിലും ഒക്കെ വെള്ളം. പുകയില്ലാത്ത അടുപ്പാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും ഈ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നിർമ്മാണ രീതികളൊക്കെ അപാകതകളുണ്ടെന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം. ഞാൻ ആദരണീയനായിട്ടുള്ള ഷോൺ പെല്ലിശ്ശേരിയുടെ മുന്നിൽ ഞാൻ ഇത് വെക്കണം. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ഈ സംഭവം ഞാനൊരു വാർത്ത ചെയ്തിട്ട് അവിടെ പോയിട്ടുള്ള ആളാണ്. ഇതിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ ശോചനീയമാണ് ഷോണേട്ടാ. ഇത് അങ്ങ് ഇവിടെ പോയി ഇതിൻ്റെ സംഗതികൾ പരിഹരിക്കണം. ഇത് ഓരോ കൊല്ലം തോറും ഇതിൽ താമസിക്കുന്ന ആളുകൾക്ക് വളരെ ദരിദ്രപൂർണ്ണമായ അവസ്ഥയിൽ ജീവിച്ച ആളുകൾക്കാണ് ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കി കൊടുത്തത്. ഈ സൗകര്യം ഒരുക്കി കൊടുത്തതിന് ശേഷമല്ലേ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ താമസിക്കണമെങ്കിൽ ശരിക്കും പേടിച്ചിട്ട് വേണം. തൂക്ക് സ്ലാബ് ഇടിഞ്ഞൊളിഞ്ഞ് വീണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉറപ്പം തോരാൻ 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാവിധ മാനദണ്ഡങ്ങളും എയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും പിന്നെ എന്നിട്ട് എല്ലാ എഞ്ചിനീയർമാരും കൂടി നോക്കി എല്ലാ കാര്യങ്ങളും നടത്തിച്ച് കൃത്യമായ സാധനങ്ങളൊക്കെ വെച്ച് പണിത സംഭവമാണ് കാണുന്നത്. നമ്മുടെ വീടുകളൊക്കെ ഇങ്ങനെ തൂക്ക് സ്ലാബ് ഇങ്ങനെ ഓരോ 10 വർഷത്തിനുള്ളിൽ വീഴാറുണ്ടോ? വീണുണ്ടെങ്കിൽ ആ കോൺട്രാക്ടറിനെ അപ്പം തന്നെ കൈയോടെ പിടിക്കും. ഇവിടെ എന്താണാവും ഇങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഇതിപ്പോൾ ഈ വീട്ടുകാർക്ക് ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന പാവപ്പെട്ട കുറേ കുടുംബങ്ങൾക്ക് അതിൽ അടുപ്പ് കൂട്ടാൻ പോലും പറ്റാത്ത സ്ഥിതി. കാലത്ത് തന്നെ നിൽക്കുമ്പോൾ ഈ കൊച്ചുങ്ങളൊക്കെ ഉള്ള വീടുകളിൽ കാലത്ത് തന്നെ ഐറ്റങ്ങൾക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണ്ടേ? ഭക്ഷണം കൊടുക്കണ്ടേ? ഇതൊക്കെ എന്താണിത്? സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഫ്ലാറ്റുകളുടെ സ്ഥിതിയാണ് ഈ കാണുന്നത്. എന്നിട്ട് വലിയ ബോർഡിൽ എഴുതി വയ്ക്കും ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത ആശ്രയ ഫ്ലാറ്റ്. ഇതിന് വേറെ ചില ഒരു അഭിപ്രായങ്ങൾ പറയുന്നത് അവിടെയുള്ള ആളുകൾ, താമസിക്കുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് കുറേ പ്രവർത്തനങ്ങളും സംഗതികളൊക്കെ ചെയ്യണം. ചുറ്റുമതിൽ ഇടിഞ്ഞ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കാശ് കൊടുത്ത് കെട്ടേണ്ട സ്ഥിതിയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് ഇത്രയും മാനദണ്ഡങ്ങൾ വെച്ച് ചെയ്ത്? അല്ലെങ്കിൽ തൂക്ക് സ്ലാബ് വീണ സ്ഥിതിയാണെങ്കിൽ ഇപ്പോൾ അതേ പുകകളും പുകയില്ലാത്ത അടുപ്പെന്ന് പറഞ്ഞ സംവിധാനം. ഇനിയിപ്പോൾ ആ സംവിധാനം ഉണ്ടാക്കിയ ആൾക്കാരായിരിക്കും പറയാം. എന്തായിരുന്നാലും ഇമാതിരി കെട്ടിടങ്ങൾ പണിയുന്നതിലെ പോരായ്മകളും സംഗതികൾക്കുള്ളിലുള്ള സംഗതികൾ അന്വേഷിക്കപ്പെടണം. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് ഈ വിഷയത്തിൽ സത്വരമായി ഇടപെടണം. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഏത് ഫണ്ടുകളായിരുന്നാലും അതൊക്കെ ജനങ്ങളുടെ ഫണ്ടാണ്. ഇത്തരം ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ എങ്ങനെയെങ്കിലും അങ്ങോട്ട് പണിതോളൂ. ഞാൻ മുൻപ് പോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പണിത മേലൂരിലെ ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ള ഒരു ബാത്റൂം സംവിധാനത്തെ പറ്റി വാർത്ത ചെയ്തിരുന്ന ഇത് നമ്മൾ ഈ ഫണ്ട് കൊടുക്കലല്ല, ഫണ്ട് കൊടുത്ത് നിർമ്മിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് സംഭവം വേണ്ടേ? പലപ്പോഴും ഈ ജനപ്രതിനിധികളെ പറ്റിക്കുകയാണെന്ന് ഈ കോൺട്രാക്ടർമാർ. ഇത് ജനപ്രതിനിധികളെ പറ്റിക്കും. അവർ നന്മ കണ്ടിട്ടാണ് ഈ ഫണ്ടുകൾ പാസ്സാക്കുന്നത്. ലീല സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ജനപ്രതിനിധി ആ ഒരു നന്മ കണ്ടിട്ടാണ് ആ ഫണ്ടൊക്കെ പാസ്സാക്കിയത്. പക്ഷേ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഇത് സമ്മതിക്കണം. 10-12 കൊല്ലമായിട്ടുള്ളൂ ഈ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് എത്ര പരാതികളും എത്ര പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അടുപ്പ് കൂട്ടാൻ പോലും, അടുപ്പിൽ തീ കത്തിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയിലാണ് അവിടുത്തെ കുടുംബങ്ങൾ നിൽക്കുന്നത്. ജനപ്രതിനിധികൾ നിങ്ങൾ കണ്ണ് തുറക്കണം. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് കണ്ണ് തുറക്കണം. ജില്ലാ പഞ്ചായത്ത് മെമ്പർ കണ്ണ് തുറക്കണം. അത്ര മാത്രമാണ് പറയുന്നത്. കാരണം തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിനെ പറ്റി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനം കേരളത്തിലെ എത്ര സ്ഥാനത്തായിരുന്നു ഒന്ന് ചിന്തിക്കണം. 14 ജില്ലാ പഞ്ചായത്തിനുള്ളതെന്നാണ് എൻ്റെ അറിവ്. അതിൽ 11-12 സ്ഥാനത്തൊക്കെ ആയിരുന്നു. ഇപ്പോൾ എത്രയെന്നുള്ളത് എനിക്കറിയില്ല പുതിയ ഭരണസമിതി വന്നപ്പോൾ. എന്തായിരുന്നാലും ഇതൊക്കെ വളരെ മോശം കേടാണ്. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ഈ കെട്ടിട നിർമ്മാണ സംവിധാനങ്ങൾ, സർക്കാരിൻ്റെ കെട്ടിട നിർമ്മാണ സംവിധാനങ്ങൾ പോകണമെങ്കിൽ അതങ്ങനെ ഇടിഞ്ഞൊളിഞ്ഞ് വീണാലോ എന്നാണ് എൻ്റെ ഭയം. മനസ്സിൽ ഓരോ സ്ഥലങ്ങളിലും കെട്ടിടങ്ങൾ ഇടിഞ്ഞ് വീണാണ്ടല്ലേ, കൊടകരയിലൊക്കെ ഇടിഞ്ഞൊളിഞ്ഞ് വീണത്. അപ്പോൾ പ്ലീസ് അടുപ്പ് കൂട്ടിയിട്ടില്ല. നമ്മളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിരിക്കല്ലേ. ആശ്രയ പദ്ധതിയിലെ ഫ്ലാറ്റിലുള്ളവർക്ക് ഇപ്പോൾ ആകെ നിരാശയായിട്ടിരിക്കുകയാണ്. ആശ്രയമല്ല, അപ്പോൾ നിരാശയായി.